വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അനിയൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. സാമാന്യം വലിയൊരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചുവന്ന ഉള്ളിയേക്കാളും അനിയൻ ഡ്രിങ്ക്സിന് നല്ലത് ഈ വെള്ള ഉള്ളിയാണ്. അപ്പോൾ ഇതൊരു 1/4 ഇഞ്ച് വണ്ണത്തിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഇളക്കി റിങ്സ് കണക്കാക്കി എടുക്കണം നമ്മൾ. ണ്ടോ ഇതേപോലെ ഒന്ന് റിങ്സ് പോലെ ഒന്ന് ഇളക്കി ഇടുക. വേണമെങ്കിൽ ആ ചെറുത് നമുക്ക് മാറ്റി വയ്ക്കാം, വലുത് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഒരു ഉള്ളിക്ക് 2 കപ്പ് മൈദാമാവ് ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഉള്ളി കൂട്ടി എടുക്കുന്നെങ്കിൽ സവാള വലുത് എടുക്കുന്നെങ്കിൽ അതനുസരിച്ച് എടുക്കണം. ഇത് കോൺ സ്റ്റാർച്ചാണ്, ഒരു 1/4 കപ്പ്. അപ്പോൾ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ചൊരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പെപ്രിക്ക പൗഡറാണ്. പെപ്രിക്ക പൗഡർ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടാലും മതി. അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, അത് 1.25 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ കുറേശ്ശെ ഒരു തണുത്ത വെള്ളമോ പാലോ അതല്ലെങ്കിൽ ക്ലബ് സോഡ ഒഴിക്കാം. പിന്നെ അതല്ലെങ്കിൽ ചിലവർ ബിയർ ഒഴിക്കാറുണ്ട്. അപ്പം നമുക്കിവിടെ വെള്ളം ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇതേപോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പം വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കാം. പക്ഷേ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട അവോയ്ഡ് ചെയ്യാം. ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ ചേർത്ത് നമ്മൾ കുറേശ്ശെ ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് അതിൽ കട്ടയൊന്നും കെട്ടാതെ നമുക്ക് പതുക്കെ അതിനെ അടിച്ചെടുക്കണം. അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം വലിയതായിട്ട് കട്ട കെട്ടാതെ നമുക്ക് ഇത് അടിച്ചെടുക്കാൻ പറ്റും. അത് നന്നായിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് എടുക്കുക. ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാറ്റർ തയ്യാറാക്കി ഈ ഒരു ജോലിയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ നനഞ്ഞിട്ട് കട്ട കെട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കളഞ്ഞിട്ട് പുതിയതെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് ഡിപ്പ് ചെയ്യണം. നന്നായിട്ട് തിരിച്ചും മറിച്ചും ഡിപ്പ് ചെയ്തിട്ട് ആ ബ്രെഡ് ക്രംസിലോട്ട് നമുക്കിട്ട് അത് ഫുള്ള് ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിന് തിരിച്ചും മറിച്ചും ഒന്നിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഓരോ പ്ലേറ്റിൽ ഇത് കണക്ക് എല്ലാം ഒന്നൊന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് കണക്ക് ഒരു ചെറിയൊരു ടോങ് ഉപയോഗിച്ച് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിൽ എല്ലാം ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കൊരു ഇച്ചിരി സമയം എടുക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കുറച്ച് സമയം എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ, അത്ര ടേസ്റ്റാണിത്. പിന്നെ അതേപോലെ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം നമുക്ക് ഇത്രയും ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു പ്ലേറ്റിൽ നിരത്തി ഇതേപോലെ വെക്കണം. പരത്തി വെച്ചിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ട് അതിനെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിനെ ഇളക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാം. അതെനിക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ വേണമെങ്കിലും കൊടുത്ത് വിടാം. അപ്പോൾ അത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇത് കണക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വീട്ടിലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് അവർക്ക് ചായയുടെ കൂടെയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇനി നമുക്കിവിടെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്തും വെക്കാം കേട്ടോ. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി സാധാ ഏത് എണ്ണയായാലും മതി. ഞാൻ ഇവിടെ വെജിറ്റബിൾ എണ്ണയാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ കഴിയുന്നത് ഒരു കുറച്ച് കുഴിഞ്ഞ ഏതെങ്കിലും ഒരു പാത്രം എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ കുഴിഞ്ഞ ഒരു പാത്രമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് കണക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം കഴിയുന്നത് ഇത് ഡിപ്പ് ചെയ്ത് എടുക്കണം, ഫുള്ളായി എണ്ണയിൽ മുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് എണ്ണയും യൂസ് ചെയ്യുന്നത്, കാരണം ഞാൻ ഈ എണ്ണ ഇനി വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ആണ് എണ്ണ എടുക്കുന്നത്. തീരുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്, ഡിപ്പ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ക്വിഡും ഇത് കണക്ക് റൗണ്ടിന് അരിഞ്ഞ് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഹോട്ട് സോസോ അതല്ലെങ്കിൽ കെച്ചപ്പോ ഏതാണ് നിങ്ങൾക്കിഷ്ടം അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. സോ സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.